വവജദക ളാല്ലൻ ഫഹദാ. സംരക്ഷിക്കാനില്ലാത്ത അങ്ങേക്ക് അല്ലാഹു തആല അഭയം നൽകിയെന്ന് ഒറ്റവാക്കിൽ അർത്ഥം പറയാവുന്ന ഈ ആയത്തിന് മഹാന്മാര് പഠിപ്പിക്കുന്ന മറ്റൊരു പാരായണമുണ്ട്. വവജദക ളാല്ലൻ എന്നിടത്ത് വവജദക ളാല്ലുൻ എന്ന് റഫ്ഇ ചെയ്തുകൊണ്ട് ഓതുന്ന ഒരു ഖിറാഅത്തുമുണ്ട്. അങ്ങനെ റഫ്ഇ ചെയ്ത് ഓതുമ്പോൾ ആ ആയത്തിന്റെ അർത്ഥമെന്താ? വവജദക ളാല്ലുൻ ഫഹദാ. നബിയെ, അവിശ്വാസിയായ അള്ളാഹുവിന്റെ അടിമ, അധർമ്മകാരിയായ അള്ളാഹുവിന്റെ അടിമ, അക്രമകാരിയായ അള്ളാഹുവിന്റെ അടിമ, ആ അടിമയെങ്ങാനും അങ്ങയുടെ മുമ്പിലൊന്നെത്തിയാൽ, ആ അടിമയെങ്ങാനും അങ്ങയുടെ മുഖത്തൊന്ന് നോക്കിയാൽ, ആ അടിമക്കെങ്ങാനും അങ്ങയുടെ പരിശുദ്ധമായ കൈത്തലങ്ങളെ കൊണ്ടുള്ള വിശുദ്ധമായ സ്പർശനത്തിന്റെ സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ, അതേ മന്ദാ وجهك يا سياد يا كريم الوالدين حولك صافي المبارك وردنا يوم النشور നബിയെ, അങ്ങയുടെ മുഖത്തൊരാൾ നോക്കിയാൽ അങ്ങ് ആയത്ത് ഓതി കൊടുക്കണമെന്നില്ല, അങ്ങ് ഹദീസ് പറഞ്ഞു കൊടുക്കണമെന്നില്ല. അല്ലാഹു തആല ഹിദായത്ത് നിശ്ചയിച്ചൊരു അടിമ അങ്ങയുടെ മുമ്പിലെത്തുകയേ വേണ്ടൂ. അങ്ങനെ അങ്ങയുടെ മുമ്പിലെത്തിയാൽ അവൻ ഹിദായത്ത് സിദ്ധിച്ചവനാവുകയാണ്, അവൻ രക്ഷപ്പെട്ടവനാവുകയാണ്, അവൻ വിജയിച്ചവനാവുകയാണെന്ന് പരിശുദ്ധ ഖുർആൻ. വവജദക ളാല്ലുൻ ഫഹദാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലെത്തിപ്പെടുന്ന സൗഭാഗ്യസിദ്ധി കൊണ്ട് സന്മാർഗത്തിൽ അകപ്പെട്ടുപോയ എത്ര ആളുകളുണ്ട് സഹോദരന്മാരെ, ചരിത്രത്തിൽ അനവധിയുണ്ട്. വിശുദ്ധമായ അറേബ്യയിലൂടെ കടന്നു പോവുകയാണ് ഒരു കച്ചവട സംഘം. ത്വാരിഖ് ബിൻ ശിഹാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ അറേബ്യയിലൂടെ ഒരു കച്ചവട സംഘത്തിന് നേതൃത്വം കൊടുത്ത് താരിഖ് ബിൻ ശിഹാബ് തങ്ങൾ കടന്നു പോകുമ്പോൾ, ആ യാത്രാ സംഘത്തിന് പരിചയമില്ലാത്ത അള്ളാന്റെ ഹബീബ് ആ യാത്രാ സംഘത്തിന്റെ മുമ്പിലെത്തുമ്പോൾ അള്ളാന്റെ ഹബീബ് ആ യാത്രാ സംഘത്തോട് ചോദിക്കുകയാണ്, കച്ചവടം ചെയ്യാൻ പറ്റിയ വല്ലതും നിങ്ങളെ കയ്യിലുണ്ടോ? വിൽപ്പനക്ക് പറ്റിയ വല്ലതും നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് അള്ളാന്റെ റസൂല് ആ കച്ചവട സംഘത്തോട് ചോദിക്കുമ്പോൾ, കച്ചവട സംഘം പറഞ്ഞു, ഞങ്ങളെ കയ്യിലൊരൊട്ടകമുണ്ട്, 120 പറക്കാരൊക്കെ നൽകിയാൽ ഞങ്ങൾ ആ ഒട്ടകത്തെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് യാത്രാ സംഘം തങ്ങൾക്ക് പരിചയമില്ലാത്ത ഹബീബാകുന്ന ആഗതരോട് അറിയിച്ചപ്പോൾ അള്ളാന്റെ ഹബീബ് ആ ഒട്ടകത്തെ കച്ചവടം ചെയ്യാൻ 120 പറക്കാരൊക്കെ കൊണ്ടുവരാമെന്ന കണ്ടീഷനിൽ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ഹബീബ് അവിടത്തെ വീട്ടിലേക്ക് അതിനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ യാത്രാ സംഘത്തിനിടയിൽ ഒരു മുറുമുറുപ്പ്. ഏതോ ഒരാള് വന്ന് ഒട്ടകത്തെ കച്ചവടാക്കി കയറും പിടിച്ചു പോവുകയാണ്. പകരം തരേണ്ട കാരൊക്കെ കിട്ടിയിട്ടില്ല. കൊണ്ടുപോകുന്ന ആള് അത് തിരിച്ചേൽപ്പിക്കുമെന്ന് ആർക്കറിയാം എന്ന് ആ കച്ചവട സംഘം ആശങ്ക പങ്കിടുമ്പോൾ, ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ തൗഫീഖിന്റെ നോട്ടം നോക്കാൻ കഴിഞ്ഞ പെണ്ണ്. ഈ ചർച്ച യാത്രാ സംഘത്തിൽ നടക്കുമ്പോ ആ പെണ്ണ് പറയാൻ, ആ പെണ്ണ് ഹബീബിനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടല്ല, ആ പെണ്ണ് പറയുകയാണ്, ആ ഒട്ടകത്തെ തെളിച്ചു പോകുന്ന ആള് നമ്മെ വഞ്ചിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യുന്ന ആളല്ലെന്ന് അവിടുത്തെ മുഖം പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അതിന്റെ പ്രതിഫലം തരാതിരിക്കില്ല. അഥവാ തന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നു എന്ന് പരിചയമില്ലാത്തൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുവാൻ വരെ ആ പെണ്ണിന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് കാണുമ്പോഴേക്ക് അവിടത്തെ മുഖഭാവങ്ങളിൽ നിന്ന് വടിഞ്ഞൊടുകിയ വിശുദ്ധ ഹിദായത്തിന്റെ പ്രഭ മഹാനായ റസൂലുള്ളാഹിയിൽ നിന്ന് ആ പെണ്ണിനെ ആസ്വദിക്കാൻ കഴിയുകയാണ്.
മൻ റആ വജ്ഹക യസ്അദ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഇതുപോലെയുള്ള ആശയപ്പൊരുളുകളാണ് സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഓതുന്ന മൗലിദുകളിലുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് റസൂലുള്ളാഹിന്റെ മുമ്പിലൊന്ന് കാണുന്നത് പോലും ഹിദായത്തിന്റെ കാരണമാണ്. തീർന്നില്ലല്ലോ, ആ ഹബീബിന്റെ പരിശുദ്ധമായ കൈയൊന്ന് തൊടാൻ ഭാഗ്യം ലഭിച്ചാൽ, ഹബീബിന്റെ പരിശുദ്ധമായ കൈത്തലത്തിന്റെ സ്പർശനം സിദ്ധിച്ച കാരണത്താൽ ഇസ്ലാമിലേക്ക് വന്ന സൗഭാഗ്യവാന്മാരെത്രയുണ്ട്. മക്കം ഫതഹിന്റെ ശേഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ അധികാര പരിധിയിൽ വിശുദ്ധമായ മക്ക കടന്നു വരുമ്പോൾ ആ മക്കയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സകങ്ങളിൽ ഇസ്ലാമിനോടുള്ള വെറുപ്പ് കുരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പുറത്ത് ഇസ്ലാമിനോട് വെറുപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇസ്ലാമിനോടുള്ള വെറുപ്പ് ഹൃദയങ്ങളിൽ അടക്കി വെച്ച് ജീവിക്കുന്ന ആ മക്കയിലെ ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനുണ്ട്. 16-കാരനായ അബൂ മഹ്ദൂറ എന്നാണ് പേര്. ആ 16-കാരനായ അബൂ മഹ്ദൂറ, അയാളുടെ സ്വഭാവം എന്താണ്? പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് തൗഹീദിന്റെ ബാങ്കൊലി മുഴങ്ങുമ്പോൾ അങ്ങാടിയുടെ പരിസരങ്ങളിൽ നിന്ന് ആ ബാങ്കൊലികളെ പരിഹസിച്ചുകൊണ്ട് ഏറ്റുപാടുകയാണ്. ആ ബാങ്കിന്റെ പദങ്ങൾ അങ്ങാടിയിൽ വെച്ച് പരിഹസിച്ചു പാടുന്ന പണിയാണ് 16-കാരനായ അബൂ മഹ്ദൂറക്കുള്ളത്. ആ അബൂ മഹ്ദൂറ ഇസ്ലാമിനെ പരിഹസിക്കുന്ന വിവരം റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തുമ്പോൾ, അബൂ മഹ്ദൂറ എന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചിന്തിച്ചതെന്താണ്? ആ പ്രബോധിതനായ അബൂ മഹ്ദൂറ എന്ന ശത്രുവിനെ എങ്ങനെ നന്നാക്കാൻ കഴിയണമെന്നാണ്. ആ ശത്രുവിനെ എങ്ങനെ നന്നാക്കാൻ കഴിയുമെന്നാണ് ചിന്തിച്ചത്. ഒരു പ്രബോധകന്റെ സ്വഭാവമാണത്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കേണ്ട ഒരുമയാണത്. സഹോദരന്മാരെ, തന്റെ മുമ്പിലെത്തുന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് റസൂലുള്ള ചിന്തിച്ചത് ആയുധം കൊണ്ടല്ല, ആൾബലം കൊണ്ടല്ല. അവനെയും നന്നാക്കണമെന്ന ഹിദായത്തിലേക്ക് അവനും എത്തിപ്പെടണമെന്ന വിശാല മനസ്സാണ്. അതാണൊരു ദഅവത്തിന്റെ ഫോർമുല. മഹാനായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ ഖമറുൽ ഉലമയും താജുൽ ഉലമയും ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത് കേവലം 6 ആളുകളിലൂടെയാണ്. ഇറങ്ങിപ്പോന്നപ്പോ 10-13 കേട് കഴിച്ചിട്ട് കിട്ടിയത് ബാക്കി 6 എണ്ണമാണ്. ഈ 6-ൽ നിന്ന് ആരംഭിച്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രബോധന ശൃംഖലകൾ ഇന്ത്യ രാജ്യത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ നെടുനായകത്വമായി ചരിത്രത്തിൽ ഇടം നേടിയതെങ്ങനെയാണ്? തങ്ങളെ കല്ലെറിഞ്ഞപ്പോഴും പരിഹസിച്ചപ്പോഴും കൂക്കി വിളിച്ചപ്പോഴും കൊലപ്പെടുത്തിയപ്പോഴും കൂക്കി വിളിക്കുന്നവനും നന്നാകണം, തെറി പറയുന്നവനും നന്നാകണം, ആക്ഷേപിക്കുന്നവനും നന്നാകണം. അവിടെയൊക്കെ ആക്ഷേപിക്കുന്നവരുടെ സങ്കടം സഹിക്കാതെ അവിടുത്തെ അണികൾ നമ്മുടെ നേതൃത്വത്തിന്റെ മുന്നിൽ പോയി സങ്കടം പറഞ്ഞാൽ അവർക്കും അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമായ വിശാല മനസ്സ്. ആ മനസ്സാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്ന് പഠിപ്പിച്ചത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെന്നതാ അബൂ മഹ്ദൂറയെ മുമ്പിലെത്തിക്കുമ്പോ ആ അബൂ മഹ്ദൂറയും നന്നാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇടപെട്ടതെങ്ങനെയാണ്? ഹബീബിന്റെ പരിശുദ്ധമായ കയ്യങ്ങ് അബൂ മഹ്ദൂറയുടെ നെഞ്ചകത്തിലൂടെ തലോടുമ്പോൾ അബൂ മഹ്ദൂറക്ക് അവിടുന്ന് ആയത്തോതിക്കൊടുത്ത് വഅ്ള് പറയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് അബൂ മഹ്ദൂറയോട് ശാസ്ത്രവും ദൈവചിന്തയും പഠിപ്പിക്കുന്നില്ല. കേവലം അബൂ മഹ്ദൂറയുടെ നെഞ്ചകത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കൈത്തലങ്ങളുടെ സ്പർശനമങ്ങ് സിദ്ധിച്ചപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അബൂ മഹ്ദൂറ പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ
ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടുന്ന് ആയത്ത് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നവരുണ്ടോ? അവിടത്തെ ഹദീസ് കേട്ട് വന്നവരുണ്ടോ? എന്നാൽ ആയത്തിന്റെയും ഹദീസിന്റെയും അകമ്പടി പോലുമില്ലാതെ ഹബീബിന്റെ കൈത്തലമൊന്ന് സ്പർശിച്ച ഭാഗ്യം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന സഹോദരങ്ങളുടെ കഥയാണിത്. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. അപ്പൊ പിന്നൊരു ചോദ്യമുണ്ട്. ആ ഖുർആനിൽ തന്നെ വേറൊരായത്തുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. എന്താണ് ആയത്തിന്റെ അർത്ഥം? നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന ആയത്തും നിങ്ങളാണ് ഹിദായത്തിലാക്കുന്നത് എന്ന ആയത്തും രണ്ടും ഖുർആനിലുണ്ട്. അത് രണ്ടും സ്വീകരിക്കുമ്പോഴാണ് സുന്നത്തി ജമാഅത്ത്. മാന്തളുടെ കണ്ണോല ഒരായത്തെടുക്കുമ്പോഴാണ് സുന്നത്തി ജമാഅത്ത് നിന്ന് പുറത്തു പോകുക. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഒന്ന്, അവിടുന്ന് അങ്ങേക്ക് ഹിദായത്ത് നൽകാൻ കഴിയില്ല, അപ്പുറത്ത് അങ്ങാണ് ഹിദായത്തിലേക്ക് കൊണ്ടുപോകുന്നയാളെന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയും പരസ്പരം യോജിപ്പിച്ച് റസൂലുള്ള പറഞ്ഞ ആശയമുണ്ട്. വല്ലാഹു മുഅ്തി അന ഖാസിം ഖാല റസൂലുള്ളാഹി. നൽകുന്നവൻ അല്ലാഹുവാണ്, നിർമ്മിക്കുന്നവൻ അല്ലാഹുവാണ്, സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അള്ളാഹു നിർമ്മിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്ത എന്തൊരു നിഅമത്തുണ്ടോ ആ നിഅമത്ത് അല്ലാഹു തആല വിതരണം ചെയ്യുന്നത് റസൂലുള്ളാഹിയിലൂടെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉടമക്കാരൻ അല്ലാഹുവാണ്, സൃഷ്ടാവ് അല്ലാഹുവാണ്, നിർമ്മാതാവ് അല്ലാഹുവാണ്, അധികാരി അല്ലാഹുവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് നിർമ്മിച്ചത്, അള്ളാഹു നിർമ്മിച്ചത്, അള്ളാഹു അധികാരപ്പെടുത്തിയത്, അള്ളാഹു സൃഷ്ടിച്ചത്, അവൻ വിതരണം ചെയ്യുന്ന കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.